എല്ലാ ഭക്തജനങ്ങൾക്കും നമസ്കാരം. പൂർണ്ണ മനസ്സോടെ വിളിച്ചാൽ വിളിക്കേൾക്കുന്ന, ഭക്തരുടെ സങ്കടങ്ങൾ അകറ്റുന്ന കലിയുഗ വരദനായ ശ്രീ വിഷ്ണുമായ ചാത്തൻ സ്വാമിയുടെ പാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം പലതും ആഗ്രഹിക്കാറുണ്ട്. എന്നാൽ അവയെല്ലാം നടക്കാറുണ്ടോ? ഇല്ല അല്ലേ? ജീവിതത്തിൽ നാം യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സ്വാമിയുടെ അനുഗ്രഹത്തോടെ എങ്ങനെ നേടിയെടുക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നാം ചിന്തിക്കുന്നത്. സ്വാമിയുടെ ദർശനങ്ങളിലൂടെ നാം മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ സത്യം, ഈ ഭൂമിയിൽ മനുഷ്യർ സൃഷ്ടിച്ചതും നശിപ്പിച്ചതുമായ എല്ലാം ആദ്യം ഉടലെടുത്തത് മനുഷ്യന്റെ മനസ്സിലാണ് എന്നതാണ്. മനസ്സ് എല്ലാത്തിൻ്റെയും ഉറവിടമാണ്. അതിനാൽ ആ മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കണം എന്ന് നാം പഠിക്കണം. മനസ്സിന്റെ മേൽ നമുക്ക് നിയന്ത്രണമില്ലെങ്കിൽ നമ്മുടെ ജീവിതം താറുമാറാകും. ഇതൊരു കഥയിലൂടെ ഞാൻ വ്യക്തമാക്കാം. അബദ്ധത്തിൽ സ്വർഗത്തിൽ എത്തിച്ചേർന്ന ഒരു യാത്രികൻ ഒരു കൽപ്പവൃക്ഷത്തിന്റെ ചുവട്ടിൽ കിടന്നുറങ്ങി. ആഗ്രഹിക്കുന്നതെന്തും സാധിച്ചു നൽകുന്ന മരമാണ് കൽപ്പവൃക്ഷം. ഉറക്കമുണർന്നപ്പോൾ അവന് അതിയായ വിശപ്പുണ്ടായി. അവൻ ഭക്ഷണം ആഗ്രഹിച്ചു. ഉടനെ അത് മുന്നിലെത്തി. ദാഹിച്ചപ്പോൾ കുടിക്കാൻ ആഗ്രഹിച്ചതും ഉടൻ ലഭിച്ചു. എന്നാൽ ഇതെല്ലാം കണ്ട് അവൻ ഭയന്നു. ഇതൊക്കെ ഭൂതങ്ങളുടെ പണിയാണെന്ന് അവൻ ചിന്തിച്ചു. അവൻ ചിന്തിച്ചതുപോലെ ഭൂതങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. അവ തന്നെ ഉപദ്രവിക്കുമെന്നും കൊല്ലുമെന്നും അവൻ ഭയന്നു. ആ ചിന്തയുടെ ഫലമായി കൽപ്പവൃക്ഷത്തിന്റെ ചുവട്ടിലായിട്ടും അവന് സ്വന്തം ജീവൻ തന്നെ നഷ്ടപ്പെട്ടു. പ്രിയമുള്ളവരെ, നമ്മുടെ മനസ്സും ഇതുപോലെയാണ്. നിയന്ത്രണമില്ലാത്ത മനസ്സ് ഒരു കുരങ്ങിനെ പോലെയാണ്. അനാവശ്യമായി ചാടിക്കളിക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്ന ഒരു കുരങ്ങ്. ഭയവും നെഗറ്റീവ് ചിന്തകളും നമ്മുടെ സർവനാശത്തിനാണ് കാരണമാകുക. വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹത്താൽ നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാകാൻ നാം മാന്ത്രിക മരങ്ങളൊന്നും അന്വേഷിച്ചു പോകേണ്ടതില്ല. നമ്മുടെ ശരീരവും മനസ്സും വികാരങ്ങളും ജീവശക്തിയും, ഈ 4 കാര്യങ്ങളും ഒരേ ലക്ഷ്യത്തിലേക്ക് ഏകോപിപ്പിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് തന്നെയാണ് ഏറ്റവും വലിയ കൽപ്പവൃക്ഷം. നിരന്തരം ലക്ഷ്യങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത് 2 ചുവട് മുന്നോട്ട് വെച്ചിട്ട് വീണ്ടും തിരിഞ്ഞു നടക്കുന്നതിന് തുല്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം വിശ്വാസമാണ്. നിങ്ങൾക്കൊരു വീട് വെക്കണമെന്നാഗ്രഹമുണ്ട്. എന്നാൽ അതിനുള്ള പണമില്ല എന്ന കാരണത്താൽ അത് നടക്കില്ല എന്ന് ചിന്തിച്ച് വിഷമിച്ചാൽ അവിടെ നിങ്ങളുടെ ആഗ്രഹം തടസ്സപ്പെടുന്നു. ഒരു കൊച്ചുകുട്ടിയെപ്പോലെ നിർമ്മലമായ വിശ്വാസത്തോടെ വിഷ്ണുമായ സ്വാമിയുടെ മുന്നിൽ നിങ്ങളുടെ സങ്കടങ്ങൾ പറയുക. എങ്ങനെ സാധിക്കും എന്ന് ചിന്തിച്ച് തലപുകയ്ക്കാതെ പൂർണ്ണമായി സ്വാമിയിൽ സമർപ്പിക്കുക. ഈശ്വരൻ പ്രപഞ്ചസൃഷ്ടി എന്ന കർമ്മം അതിമനോഹരമായി ചെയ്തു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ ജീവിതം നിങ്ങളാണ് തീരുമാനിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും. ഇന്നുവരെ നടക്കാത്തൊരു കാര്യം നാളെയൊരിക്കലും നടക്കില്ല എന്ന് വിശ്വസിക്കരുത്. നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കി നിങ്ങളുടെ യഥാർത്ഥ ആഗ്രഹത്തിനു വേണ്ടി പൂർണ്ണമായി പരിശ്രമിക്കുക. എല്ലാവരും ആഗ്രഹിക്കുന്നത് സമാധാനവും സന്തോഷവുമാണ്. എവിടെ പോയാലും സമാധാനവും സ്നേഹവും നിറഞ്ഞ ഒരു ലോകം ഞാൻ സൃഷ്ടിക്കുമെന്ന് ദിവസവും രാവിലെ ഉറപ്പിക്കുക. നിങ്ങളുടെ ചിന്തകളെയും കർമ്മങ്ങളെയും ഏകോപിപ്പിക്കുന്നതിലൂടെ സ്വാമിയുടെ അനുഗ്രഹത്താൽ നിങ്ങളുടെ സ്വന്തം ജീവിതത്തിന്റെ സൃഷ്ടാവായി മാറാൻ നിങ്ങൾക്ക് സാധിക്കും. ശ്രീ വിഷ്ണുമായ ചാത്തൻ സ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റ് ഭക്തരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ ആത്മീയ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം.